എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരും. ഇനി മതി നമ്മൾ വീട്ടിലേക്ക് പോവാം. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരും. വീട്ടിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വന്നതല്ലേ സ്കൂളിൽ പോയിട്ട്? ഇനി പഠിക്കൊന്നും വേണ്ട. എനിക്ക് പഠിക്കാത്ത കുട്ടികളെ ഇഷ്ടം. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാം. കംപ്ലോക്ക് ഒരു സീരിയസ് കാര്യം പറയാനാ. നിങ്ങളിപ്പോൾ എവിടുന്ന് വരുന്നത്? ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരല്ലേ? എൻ്റെ അമ്മ നിങ്ങളെ ഇൻ്റർവ്യൂവിന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എൻ്റെ അമ്മക്ക് ഈ കമ്മലൊക്കെ ഉള്ള ആൾക്കാരെ ഇഷ്ടം. നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ ഉറപ്പായിട്ട് അറിയോ? എന്താന്ന് വെച്ചാൽ ഇവളെ ഞാൻ കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ആ സമ്മതിക്കൂലെങ്കിലും ഞാൻ കൂട്ടി കൊണ്ടുപോകും. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ തട്ടിക്കൊണ്ടുപോകണ ആൾക്കാരാ. ആ അപ്പോൾ വലിയ വലിയ പിടിപാടുകളുണ്ട്. ഇപ്പോൾ സൈലൻ്റായിട്ട് നമുക്ക് നീങ്ങാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ പ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് കം വിത്ത് മീ പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത്. വാ, എൻ്റെ കൂടെ വാ, നമുക്ക് ഇവിടുന്ന് പോവാം. മതി കളിച്ചത് മതി, ഇനി എല്ലാം കഴിഞ്ഞു, നമുക്ക് വേഗം പോവാം, വേഗം സമയമില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിൻഡേഴ്സുകൾ എടുത്ത് പറയുമ്പോൾ അവരെ റിയാക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുക. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനി അടിപൊളി പ്രാങ്കുകളാണ് നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാങ്കുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനനുസരിച്ച് പ്രാങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറാം. പണിയെടുക്കുകയാണോ? മതി പണിയെടുത്ത്, നമ്മൾ വീട്ടിൽ പോവാ. എടുത്തോ, ഒക്കെ റെഡി ആയിക്കോ, പോവാ. എങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? എന്നത്തേക്കുള്ളായില്ലേ? ഇനി മതി, നിർത്തിക്കോളി. കം വിത്ത് മീ. വീട്ടിലേ പോവാം. ഷട്ടർ കത്തിക്കോ. സുക്കൂറെ വാ, പോര് സുക്കൂറെ വാ, പോര്. സമയമില്ല. ഷട്ടർ കത്തിക്കോ. വാ, എല്ലാരും പോര്. വരൂല്ലേ? ലൈറ്റ് ഓഫ് ഒക്കെ കണ്ടില്ലേ? ആ മെയിൻ ഓഫ് ആക്കിക്കോ. ആ സംഭവം സീരിയസ് ഓക്കെ അല്ലേ? അതെ. അപ്പോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്? ഉറപ്പല്ലേ? പൂട്ടല്ലേ? എന്താന്ന് വെച്ചാല് വീട്ടിൽ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, പോവല്ലേ? വീട്ടിൽ പോവല്ലേ? ഓക്കെ. എന്താ ഇപ്പൊ ചെയ്യാ? നമുക്ക് ബില്ലൊക്കെ എങ്ങനെയാ ഇപ്പൊ വരുന്നേ? ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ എന്താ വരിക? ഓ, പ്രിന്റ് അടിച്ചു. ഓക്കെ, അതാ ഒരു ഗൈസ് ഇപ്പൊ ഒരു ഷർട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഇത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പോവാ. ഇട്ടോളൂ, നിങ്ങൾ ഇട്ടോളൂ. സീനിൽ ഇട്ടോളൂ. ഓക്കെ, നമ്മൾ സുന്ദരനായിട്ടാ പോകുന്നത് കേട്ടോ. നിങ്ങളിപ്പോ എവിടെയൊക്കെ പോകുന്നേ? വീട്ടിലേക്ക്. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരും. ഇനി മതി, നമ്മൾ വീട്ടിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക്, എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരാളെ കൂട്ടി വരണമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു. അപ്പോൾ വളരെ സങ്കടമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോൾ കൂട്ടി വന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചൂലൊക്കെ എടുത്ത് അടിച്ച് പുറത്താക്കിയിട്ട് എനിക്ക് ആവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ വാക്ക് കൊടുത്തു പോയി ഒരാളെ കൂട്ടി വരാമെന്ന്. എന്താ ചെയ്യുക? എനിക്ക് എന്തായാലും ഒരാൾ കൂട്ടി പോയേ പറ്റൂ. എൻ്റെ കൂടെ വരും. ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മതി കളിച്ച്, ഇനി വീട്ടിലേക്ക് പോവാം. മതിയോ? നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വന്നതല്ലേ സ്കൂളിൽ പോയിട്ട്? ഇനി പഠിക്കൊന്നും വേണ്ട. എനിക്ക് പഠിക്കാത്ത കുട്ടികളെ ഇഷ്ടം. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാം. കം വിത്ത് മീ ഫ്രം ഹോം. മൈ ഡാഡ് ഈസ് റിച്ച്, മൈ മമ്മീസ് ഹൗസ്. അടുക്കള ജോലീസ് ഫേവറേറ്റ് ബിസിനസ്. കുറേ സ്വർണ്ണങ്ങളൊക്കെ ഞാൻ അമ്മക്ക് കൊണ്ടു കൊടുക്കല. അപ്പോൾ കുറച്ച് സ്വർണ്ണങ്ങൾ കൊണ്ടുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ കം വിത്ത് മീ ഫ്രം ഹോം. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഞാൻ എടുത്തുതരാം. നമുക്ക് ഇവിടുന്ന് പറന്ന് പോവാം. ഈ ലക്ഷ്യം, ഈ ജീവിതം ഇനി അവസാനിച്ച്. നിങ്ങളിപ്പോൾ സ്കൂളിലല്ലേ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോളേജിൽ. അപ്പം ഇനി കോളേജിലൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു തേങ്ങയാവാൻ പോണില്ല. ആവുമോ? ചിലപ്പോൾ ആവൂലേ? എന്താവാൻ പോണേ? റേഡിയോളജി. ഓക്കെ, എന്നാൽ നൈസ് ടു മീറ്റ് യു. നിങ്ങളിപ്പോൾ എവിടുന്ന് വരുന്നത്? ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരല്ലേ? എൻ്റെ അമ്മ നിങ്ങളെ ഇൻ്റർവ്യൂവിന് പറഞ്ഞപ്പോൾ പറഞ്ഞത്
എൻ്റെ അമ്മക്ക് ഈ കമ്മലൊക്കെ ഉള്ള ആൾക്കാരെ ഇഷ്ടം. അപ്പോൾ എനിക്കെൻ്റെ വീട്ടിൽ ഈ ചോറ് വെക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല. അപ്പോൾ എൻ്റെ കൂടെ വരൂല. ഞാൻ എന്നാൽ വന്നില്ലെങ്കിൽ ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ ഷിപ്പൊക്കെ ഓടിക്കൂലേ, അതേമാതിരി ഞാൻ വീട്ടിൽ നിന്ന് ചക്കര ഷൂ ഒക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി കളിക്കൂ. എന്താണെന്നറിയില്ല, എനിക്ക് കരച്ചിൽ വരും. നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? നിങ്ങളുടെ പേരെന്താ? റിസ്വാന. എൻ്റെ കൂടെ പഠിച്ച ഓർമ്മ ഉണ്ടോ? റിസ്വാന NK അല്ലേ? ഹലോ, നമുക്കില്ലേ ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ജസ്റ്റ് ഒരു ചലഞ്ചായിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട്. പേരെന്താ? സിംഷ. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം? മീൻകറി ഉണ്ടാക്കാൻ അറിയോ? ഏതൊക്കെ മീൻകറി ഉണ്ടാക്കും? അയില, മത്തി, അയക്കോറ, പിന്നെ കളമീന്. എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ അറിയില്ലേ? എന്നാൽ ഈ നമുക്കില്ലേ ഇപ്പോൾ കം വിത്ത് മീ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ ഉറപ്പായിട്ട് അറിയോ? എന്താന്ന് വെച്ചാൽ ഇവളെ ഞാൻ കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. സമ്മതിക്കൂലെങ്കിലും ഞാൻ കൂട്ടി കൊണ്ടുപോകും. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരാ. അപ്പോൾ വലിയ പിടിപാടുകളുണ്ട്. ഇപ്പോൾ സൈലൻ്റായിട്ട് നമുക്ക് നീങ്ങാം. കം വിത്ത് മീ. എല്ലാവരും തട്ടിക്കൊണ്ടുപോകും. ഹലോ, ടൈം എത്രയായി? വാച്ചില്ല. ഞാൻ ഒരു സീരിയസ് ആയി കാര്യം പറയട്ടെ. നീ ടൈം നോക്കണം. നമ്മൾ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോവാം. അല്ല, എൻ്റെ വീട്ടിലേക്ക് വരുമോ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് സീരിയസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരാൾ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ചോറുണ്ടാക്കാനൊക്കെ ഒരാൾ വേണം. അപ്പോൾ നമ്മൾ കം വിത്ത് മീ, നമ്മൾ വീട്ടിൽ പോവാം. പറ്റൂല? നിങ്ങളെ വീട്ടിൽ പോവാം. എന്നാൽ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരാം. വേണ്ട? എനിക്കൊരു ഇതെടുത്ത് തരും എൻ്റെ അഫെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരും. വീട്ടിലേക്ക് പോവാം. പേരെന്താ? ഹൽഗ. പേരെന്താ? അനാമിക. എനിക്ക് അൽഗയും അനാമികയും ലൈക്കായി. നമുക്ക് വീട്ടിലേക്ക് പോവാം. സീരിയസ് ആയി പറഞ്ഞാൽ, ചിരിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. എത്ര വരെ പഠിച്ച്? മതി, ഇത്ര പഠിച്ചാൽ മതി. ഗൈസ്, നമ്മളിപ്പോൾ പ്രാങ്ക് ചെയ്ത് കൊല്ലും. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ. എവിടുന്നാ വരുന്നത്? ബേപ്പൂര് വീടാണോ? വീട് ബേപ്പൂര്. എവിടെ പഠിക്കുന്നത്? JDT. നിങ്ങളോ? JDT. അപ്പോൾ ഞാൻ ഒരു സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞുതരാം. എത്ര വരെ പഠിച്ച്? ഡിഗ്രി ഫൈനൽ ഇയർ. ഓക്കെ, എന്നാൽ അങ്ങോട്ട് വരുമോ? ഞാനല്ലേ ഒരു സീരിയസ് ആയ കാര്യം പറയാൻ വേണ്ടി വന്നാ. നിങ്ങൾക്ക് മീൻ കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയോ? അത് ഒട്ടകത്തിൻ്റെ കറി അറിയോ? ഒട്ടകത്തിൻ്റെ അറിയില്ല. അതിൻ്റെ റെസിപ്പി അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അടിപൊളി കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. മനസ്സിലായോ? ഓക്കെ, ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എന്നാ പോര് പോ. നേരെ വീട്ടിലേക്ക് പോവാം. ഉള്ള ബസ്സിന് കയറി നമുക്ക് പോവാം. വീട്ടിലേക്ക് പോവാനാ? പ്രിന്റ് എടുക്കാൻ പോയില്ലേ? പ്രിന്റ് ഒക്കെ എടുത്തത് മതി. എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. യൂട്യൂബറെ വീട്ടിലേക്ക് പോവാ. യൂട്യൂബറെ വീട്ടിലേക്കാണ്. പേടിക്കണ്ട, യൂട്യൂബറെ വീട്ടിൽ ക്യാമറ ഉണ്ടാവും. പിന്നെ തിന്നാൻ ഈ ബ്ലൂടൂത്തുള്ള ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്കിങ്ങനെ പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനത്തെ ഒക്കെ തിന്നല്. ബ്ലൂടൂത്തുള്ള ഹെഡ്സെറ്റ് എടുത്ത് തിന്നു. പിന്നെ വേണ്ടി വന്നാൽ ചാർജറൊക്കെ കുത്തിയിട്ടിട്ട് എൻ്റെ നരമ്പൊക്കെ മുറിച്ചിട്ട് അതിലേക്കിങ്ങനെ ചാർജർ കയറ്റു. എന്നിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു 50% ചാർജ് വെച്ചിട്ടാണ് നിങ്ങളോട് വീഡിയോ എടുക്കുന്നത്. നിങ്ങളിവിടെ ചിരിച്ച് കളിച്ച് നിൽക്കരുത്. അമ്മ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ മൊത്തം കത്തി നശിക്കും. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. കം വിത്ത് മീ, വാ. വീട്ടിലേക്ക് പോകാനാ വിളിക്കുന്നത്. പോലെ ഓക്കെ, അപ്പം പോവാം.
ഗൈസ് നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. എവിടേക്ക് പോവാം ഗൈസ്? നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും പോവും. ഇന്ന് കത്തിക്ക് നമ്മൾ വീട്ടിലേക്കാ പോകാൻ പോണേ ഗൈസ്. വീട് അറിയില്ലേ? എവിടെയാണ്? ഇവിടെ തന്നെ. ഓക്കെ, ആരെ വീട്ടിലേക്ക് നമ്മൾ പോണേ? ആരെ വീട്ടിലും പോവാം. ശരിക്കും അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂ. നിങ്ങളിപ്പോ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്? ആണോ? എന്നാല് നമുക്കിപ്പോ വേറൊരു കൊട്ടാരത്തിലേക്ക് പോയാലോ? ഏത് കൊട്ടാരം അറിയോ? ഈ ടിപ്പു സുൽത്താൻ അറിയോ? ടിപ്പു സുൽത്താൻ താമസിച്ച ഒരു സ്ഥലമുണ്ട്. ആ കൊട്ടാരത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. വാ പോവാം. അത് അങ്ങോട്ടേക്കാണ്. കൊട്ടാരത്തിലേക്കാണ് വിളിക്കുന്നത്. വാ പോവാം. മതി. അപ്പോ ട്രൗസർ ഇട്ടിട്ടാ പോണ്. ഒന്ന് പെട്ടെന്ന് ട്രൗസർ കൊടുക്കുവോ? നമുക്ക് ടിപ്പു സുൽത്താനെ കാണണം. എടാ, ടിപ്പുവിന് ട്രൗസർ ഇട്ട് കാണാൻ പറ്റൂല. അലോഡില്ല. ആണോ? ഓക്കെ. ടിപ്പു ട്രൗസർ ഇട്ട് ടിപ്പുനെ കാണാൻ കേറ്റൂല. കാര്യത്തിന് കേറ്റൂല. ഒന്ന് പെട്ടെന്ന് ട്രൗസർ കൊടുക്കട്ടോ. ഒന്ന് ടിപ്പുനെ കാണാൻ വേണ്ടിട്ടാ. ടിപ്പുനെ കാണണം ഗായ്സ്. നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണേ. അടിപൊളി. എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് അവരെ റിയാക്ഷൻസ് ആയിരിക്കും നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. ഇനിയും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗായ്സ്. ഒരു സീരിയസ് ആയി ഒരു കാര്യം പറയാനാ. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. എവിടെ സ്ഥലം? പയ്യോളി. നിങ്ങളെ വീട്ടിൽ AC ഉണ്ടോ? എൻ്റെ വീട്ടിൽ 2 AC ഉണ്ട്. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോയാലോ? എന്തിനാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ഏതൊക്കെ ഫുഡ് ഉണ്ടാക്കും? നല്ല രുചിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് എന്നാൽ നിങ്ങളെ ഫുഡ് കഴിച്ചാലേ എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരുള്ളൂ. കാര്യത്തിൽ എനിക്ക് ചമ്മന്തിയും കുരുമുളകും പിന്നെ ഈ കടല ഇതൊക്കെ ഇട്ടിട്ട് മറ്റേ നിങ്ങളെ പേരെന്താ പറഞ്ഞേ? മിത്രയെ കാണാൻ നല്ല രസമുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ. ചേട്ടാ, എൻ്റെ ചെതലക്കിളി ഇങ്ങോട്ട് പറഞ്ഞു വന്നില്ല. എൻ്റെ ചെതലക്കിളി ഇവിടുന്ന് മാഞ്ഞു പോയി. ശരിക്കും ചെതലക്കിളി. ഓക്കെ ചേട്ടാ, ശരിക്കും സീരിയസ് ആയിട്ട് ചെതലക്കിളി പറന്നുപോയി. നിങ്ങളെ വീട്ടിലെ ചെതലക്കിളി വന്നില്ല? ചേട്ടാ, ഇവിടെ എത്തിയാൽ പറയണം കേട്ടോ. ഓക്കെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. എവിടുന്നാ വരുന്നത്? ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ വീട്ടിൽ AC ഉണ്ടോ? AC ഇല്ലേ? ഓക്കെ. നിങ്ങളെ വീട്ടിൽ AC ഉണ്ടോ? ഒരേ വീട്ടിലാ? എന്നാൽ ശരിക്കും പറയാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ രണ്ടാളി കണ്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തോന്നുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ആണ് എൻ്റെ മുറ്റമടിക്കാനൊന്നും ആരുമില്ല. രാവിലെ ഫുള്ള് ചവലയൊക്കെ നിറഞ്ഞിട്ട് മുറ്റമടിക്കാൻ ഒരാൾ വേണം. അല്ല, അവിടെ കാട് കൂടി കിടക്കുക. അപ്പോൾ നിങ്ങൾ വന്നാൽ എനിക്ക് തോന്നുന്ന ആ കാട് മൊത്തം നിങ്ങളെ കൊണ്ട് വെട്ടിപ്പിക്കേണ്ടി വരും. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു വേറൊരു മൈൻഡാണ്. എനിക്ക് 2 കോടി ഉണ്ടാക്കി 2 ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കം വിത്ത് മീ എൻ്റെ കൂടെ വരികയെന്ന് വെച്ചാലേ, ഞാൻ ഒരു സ്ട്രേഞ്ചേഴ്സുകളോട് എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കും. എന്നല്ലേ? ഒരു മിനിറ്റ് പറയല്ലേ, ഒരു മിനിറ്റ്. കാണാൻ നല്ല രസമുണ്ട്, അത് വേറെ കാര്യം. കാണാൻ നല്ല രസമുണ്ട്, നല്ല സ്റ്റൈലും ചിരിയാണ്. അപ്പോൾ അതിനോടാണ് എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചത്. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ ആവശ്യമുണ്ട് ഈ ചോറും ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാര്യം പറയാൻ വേണ്ടി വന്നാ. അല്ല, ഒരു മിനിറ്റ്, സീരിയസ് ആയിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എവിടേക്കാണ് പോകണ്ടേ? ഗോകുലമാള്. നമ്മൾ ഗോകുലമാള് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോയാലോ? എൻ്റെ കൂടെ വരുമോ? പ്ലീസ് വാ, ഞാൻ കരയും. ഇന്നെ മനസ്സിലായോ? ഓർമ്മ ഉണ്ട് എന്നെ? അമ്മ വീട്ടിലേക്ക് പോയല്ലോ. എന്നാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. പണിയെടുത്ത് കൊഴിഞ്ഞോ? കൊഴിഞ്ഞി. അപ്പോൾ നമുക്ക് എന്നാലും വീട്ടിലേക്ക് പോയാലോ? പോവാലോ. പോവല്ലേ? ഇതൊക്കെ ആരുതാ ബാഗ്?
നമ്മൾ തന്നെ തായ്ലാൻഡ്, കജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ ഗീവ് കൊടുക്കോ? ഗീവ് കൊടുക്കുമല്ലോ. കൊടുക്കൂലേ? എന്നാല് ഇവര് കൊടുത്തോളൂ. നമുക്ക് ഇതാ നിങ്ങളെ കൈമേൽ എന്താ മൊത്തം എന്താ നിങ്ങൾ വേറെ എന്തോ റൗഡിയായിട്ടാണോ? അങ്ങനൊന്നുമല്ല. നിങ്ങൾ തല്ലാൻ പോലുണ്ട്? ഉണ്ട്. എവിടേക്കൊക്കെ പോയിട്ടുണ്ട്? നമ്മള് ഏകദേശം ബോംബെ, കൊച്ചി കളിച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെറിയൊരു അടിക്കേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആർക്കപ്പോ കൊടുക്കാം? ഇതിവിടെ വെക്കല്ലേ? എന്നാ വരി ആ കൈ ഇരി. സമയല്ലേ വരി പോവാ. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാളും ഇവിടുന്ന് പോവാൻ പോവാ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. മുതലാളിനെ പറഞ്ഞു ഞങ്ങള് പറഞ്ഞിട്ട് പോവാ. ഒന്ന് പറയാമോ? ആ അവൻ പറയാം. എന്നാല് നിങ്ങളെ ഷോപ്പ് തന്നെ എന്നാ പോവാ. ഗൈസ്, നമ്മള് മുതലാളിനെ തന്നെ കൂട്ടിയിട്ടാണ് പോകുന്നത്. മുതലാളിയാണെന്ന് തോന്നുന്നു. നമുക്ക് കാസർഗോഡുള്ള മച്ചാനാണ് നമ്മളിന്ന് കൂട്ടി കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാല് ട്രെയിന് പൈസ കൊടുക്കുമോ? കൊടുക്കും. മാന്യമായിട്ട്. അപ്പോൾ ഇവിടെ ചുറ്റും കാണുന്നത് ബസ് മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. ട്രെയിനൊന്നും കാണുന്നില്ല ഗൈസ്. ട്രെയിൻ എന്താ വരാത്തത്? എന്താ വരാത്തത്? ബസ് സ്റ്റോപ്പിലാണ് ട്രെയിൻ വരേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിൻ ബസ് സ്റ്റോപ്പിലാണ് വരുന്നത്. എന്താ ചെയ്യാ? കാസർഗോഡ് എങ്ങനെയാണ്? കാസർഗോഡ് പൊളിയല്ലേ? എന്നാ കാസർഗോഡ് പോവാ. വരി പോ. പാട്ട് പാടാ. എന്നാ പാട്ട് പാടിക്കോ. പാടേ മലിക്കണ നോട്ടം വേണ്ടടി മോളെ, നൂറ എന്നിൽ തോളിൽ കേറണ മാളേ. സീനാണ്. എന്നാ ഒന്നുകൂടി പോവാ. പൊളിയല്ലേ? നിങ്ങളെ വിടുന്ന പരിപാടിയേ ഇല്ല. എനിക്ക് പാട്ട് അത്രക്ക് ഇഷ്ടമായി. ഞാൻ പോവാ. ഷോപ്പ് പോകണ്ട. ഷോപ്പ് പോകണമെന്നാ പറയുന്നത്. എന്താ ചെയ്യത്? ഞാൻ അത്രയും നേരം വന്നത് പിന്നെ വെറുതെ ആയില്ല. നിങ്ങള് കളിക്കുന്നത് പറ്റൂല. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോവാം. വരി. സമയമില്ല. മതി. അമ്മ ഇനി ഒന്നും വേണ്ട. അമ്മ വീട്ടിലെത്തി. എന്നല്ലേ ഒരു ശരിയാവൂല. നമുക്ക് അടുത്തേക്ക് കാണാം. പോരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് പലതും നേടിപ്പിടിക്കാൻ. നിങ്ങൾ കേട്ടില്ലേ? കഥകൾ മൊത്തം കേട്ടില്ലേ? അങ്ങനത്തെ ആളെയാണ് നമ്മളിന്ന് തട്ടി കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ ഈ തട്ടി കൊണ്ടുപോകുന്ന കൂട്ടത്തിലാ. അപ്പോ കണ്ണ് നോക്കട്ടെ. കണ്ണെന്തോ കലങ്ങി കിടക്കുന്നത്. ഇല്ലടാ, നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല. അവൻ ഇപ്പം പോയാൽ ഏതൊക്കെ ട്രെയിന് കിട്ടും? ഇപ്പൊ പോയാല് നമുക്ക് 4 മണിക്ക് ട്രെയിൻ ഉണ്ട് കാസർഗോഡിലേക്ക്. എന്നാ അതില് പോവാ. പോവാ. ഗൈസ്, അപ്പോ ഇത്ര തന്നെ ഇന്നത്തെ പ്രാങ്ക് വീഡിയോസ് ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇന്ന് കം വിത്ത് മീ പ്രാങ്ക് ആണ്. അപ്പൊ ക്യാമറ നോക്കി രായ് പറഞ്ഞോളൂ. സീരിയസ് ആയി പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. നല്ലേ, ഒരു മിനിറ്റ് പോയല്ലേ? ജസ്റ്റ് പേടിക്കണ്ട. ജസ്റ്റ് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന മാതിരി ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. ഓക്കെ, ക്യാമറ നോക്കി രായ് പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, അനസ് വ്ലോഗ് 21. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. ഓക്കെ, യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒരു പരിപാടിയാണ്. അനസ് വ്ലോഗ് 21. ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഒരു സീരിയസ് ആയി കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, ഓളോട് പറഞ്ഞോളെ. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, കുത്തിക്കോളൂ. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുത്തിയാൽ മതി. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. കം വിത്ത് മീ പ്രാങ്ക് ചെയ്തതായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഓക്കെ ശരി. എൻ്റെ യൂട്യൂബിൻ്റെ ജസ്റ്റ് ഒരു പരിപാടിയാണ് അനസ് വ്ലോഗ് 21. ഓക്കെ, ക്യാമറ നോക്കി രായ് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. പ്രാങ്കാണ് കേട്ടോ.
ഓക്കെ, ഞാൻ ഒരു സീരിയസ് ആയി കാര്യം പറയട്ടെ. ആ പറയും. നമ്മൾ എന്നാ ക്യാമറന്റെ മുന്നിൽ പറയാം. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. പറയും. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വിഷമിച്ചോ? വിഷമായോ? ഒരു വിഷമില്ല മച്ചാ, നമ്മളൊക്കെ പൊളിയല്ലേ, നമ്മളൊക്കെ അങ്ങനൊക്കെയാണ് ലൈഫ്. ഓക്കെ, എന്നാ ശരി, കാണാം. ഓക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ അടിപൊളി പ്രാങ്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇന്ന് മെയിനായിട്ട് ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രെയിൻഡേഴ്സുകളോട് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെ മറുപടിയും അവരെ റിയാക്ഷൻസുമാണ് എൻ്റെ ക്യാമറയിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മെയിൻ ഹൈലൈറ്റ് അതാണ്. അപ്പോൾ നാളെ അടിപൊളി പ്രാങ്ക് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ സീ യു സൂൺ.